സിനിമ ഞാൻ ഒരു സിനിമയുടെ ഫാനാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എപ്പോഴും മാസ് സിനിമത്തിൻ്റെ ഒരു ഫാൻ ഞാൻ. എപ്പോഴും അതേ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, ചിയർ ചെയ്തിട്ടുണ്ട്, സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് മാസ് പടം ചെയ്യുമ്പോൾ അത് വലിയ ഒരു തിയേറ്ററിൽ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാഗമു പോയിട്ട് തൃശ്ശൂരിൽ പടം കണ്ടു. ഏറ്റവും വലിയ സന്തോഷം. സോ ടു ചിയർ ഫോർ മമ്മൂട്ടി സർ വിത്ത് ദാറ്റ് ബിഗ് ക്രൗഡ് വാസ് എ വെരി വെരി ഹാപ്പി മൊമെൻറ്റ്. താങ്കൾ ആദ്യത്തെ മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിച്ചിരിക്കുന്ന ആദ്യത്തെ പടമാണ്. അത് ഭയങ്കര രീതിയിൽ പ്രഷർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്ക് യു ടു ഓൾ ദ ഓഡിയൻസ് ഓഫ് കേരള. ഇവിടെ എല്ലാ വെറൈറ്റിയുടെ പടം ഇവിടെ അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നന്നായിട്ട് ചെയ്യണം. സോ ഇവിടെ മഞ്ജുമൽ ബോയ്സ് ഹിറ്റാണ്, ഇവിടെ ആവേശം ഹിറ്റാണ്, പ്രേമാളു ഹിറ്റാണ്, ബ്രഹ്മയുഗത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഹിറ്റാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാസ് പടം വന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ പ്രോമിസ്. ഒരു എൻ്റർടൈനറാണ്. സോ ദ അക്സെപ്റ്റൻസ് ആൻഡ് ദ ബുക്കിംഗ്സ് ദാറ്റ് മേക്സ് അസ് വെരി ഹാപ്പി ആസ് എ ടീം. ആൻഡ് താങ്ക് യു കേരള. മമ്മൂക്കയുടെ ഒരു വില്ലൻ കഥാപാത്രത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്കായിട്ട് ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹത്തിനൊപ്പം ഇങ്ങനെ ഒരു പിടിച്ചിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു? ഇപ്പോൾ രണ്ട് തലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആക്ടേഴ്സാണ്. ഒന്ന് താങ്കൾ കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആണ്. അയ്യോ, സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല, നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കോംബോ? കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റിംഗ്. എന്താ വെച്ചാൽ അത്ര വലിയ ഒരു അവരെനിക്ക് യൂണിവേഴ്സിറ്റിയുടെ പോലെ, ഞാൻ ഒരു സ്റ്റുഡൻറ്റ് അത്ര മാത്രമേ ഉള്ളൂ. അത്ര വലിയ യൂണിവേഴ്സിറ്റി പോലെ പോയിട്ട് അത് ഒരു ഫസ്റ്റ് ഡയലോഗിൽ അവരുടെ ഇവിടെ കൈവച്ചിട്ടാണ് എൻ്റെ ഡയലോഗ് സീക്വൻസ്. ദാറ്റ് വാസ് ദ ഡയലോഗ് സീക്വൻസ് ഐ ഹാഡ്. അപ്പോൾ എനിക്ക് പേടിയായി, എങ്ങനെ തൊട്ടാൽ എന്താവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ ഡയറക്ടറുടെ കൂടെ ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയുള്ള സീൻ ചെയ്താൽ കേരളത്തിലെ ആൾക്കാർ എൻ്റെ അടിക്കില്ല എന്നെ, പീപ്പിൾ വോണ്ട് ഹിറ്റ് മീ, നോ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ്. പക്ഷേ മമ്മൂട്ടി സാർ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ദ വേ ഹി പെർഫോംസ്, ദ വേ ഹി ബ്രിങ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ടു ദ ടേബിൾ. പിന്നെ അതിന് ശേഷം ഒരു വളരെ കംഫർട്ടിങ് കോ ആക്ടറാണ്, കോ സ്റ്റാറാണ്. അവർ ഒന്നും സെറ്റിൽ ഇൻറ്റിമിഡേറ്റ് ചെയ്യില്ല. ഹി കംഫർട്സ് യു. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ക്യാൻ ആക്ച്വലി പെർഫോം ദ വേ ഐ കുഡ്, ബിക്കോസ് ഹി ഈസ് നോട്ട് ഇൻറ്റിമിഡേറ്റിംഗ്, ഹി ഈസ് വെരി കംഫർട്ടിംഗ്. താങ്കളുടെ എല്ലാ പടങ്ങളും നമ്മൾ കേരളത്തിലൂടെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ മമ്മൂക്കയുടെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു പടം ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അത് ഏത് രീതിയിലായിരിക്കും? അവിടെ കർണാടകത്തിലാണ്? അല്ല, കേരളത്തിൽ. എൻ്റെ ഉത്തരവാദിത്വം കുറച്ചും കൂടി കുറവല്ലേ, മമ്മൂട്ടി സാറുണ്ട്, ഞാൻ എന്തിനാ ഉത്തരവാദിത്വം എടുക്കുന്നു. സോ ഐ വാസ് വെരി റിലാക്സ്ഡ്. അതുമാത്രമല്ല, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ് വൈശാഖ് സാർ. ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല ഡയറക്ടറാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഈ ആൾക്ക് അറിയോ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അറിയോ. സോ ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇപ്പോൾ ചോദിച്ചു. ഓക്കെ ഓക്കെ. സോ ഇറ്റ് വാസ് വെരി ഇൻറ്റിമിഡേറ്റിംഗ്. അതെന്താ വെച്ചാൽ അവരുടെ ബോഡി ഓഫ് വർക്ക്, അവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് OTT ബ്രഹ്മയുഗം കണ്ടു. അപ്പോൾ ഞാൻ നെട്ടിപ്പോയി. എന്താ വെച്ചാൽ ടർബോയിൽ ഞാൻ കണ്ടിട്ടുള്ള പെർഫോമർ, പിന്നെ ബ്രഹ്മയുഗത്തിൻ്റെ പെർഫോമൻസ്, അത് കംപ്ലീറ്റ് വേറെ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഐ സോ ഇറ്റ് ലേറ്റർ. ഇല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈവൻ ദോ ഹി ഹാസ് സച്ച് എ ലാർജ് ബോഡി ഓഫ് വർക്ക്, ഹി ഈസ് വെരി കംഫർട്ടിങ് ആൻഡ് ഹി ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ദ കോ ആക്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് വരുമ്പോൾ ഓക്കെ, ഹാഡ് യുവർ കോഫി, ഹാഡ് യുവർ ഫുഡ്, സോ ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ. ആൻഡ് അത് മാത്രമല്ല, ഈവൻ വിത്ത് ദർ ഈസ് എ കൺഫ്യൂഷൻ വിത്ത് ഡയലോഗ് ഓർ എനിത്തിങ്, ഹി വിൽ കംഫർട്ട് യു, ഹി വിൽ ഗൈഡ് യു. അതാണ് അവരുടെ വലിയ ക്വാളിറ്റി. ഈ മമ്മൂക്കയോട് അഭിനയിച്ചത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം ഫൈറ്റ്. അതെന്തുകൊണ്ടാണ്? അത് ടച്ച് ചെയ്താലെന്ന് എനിക്ക് പേടി, ഇങ്ങനെ തട്ടിപ്പോയാൽ എന്താണ്, അതാണ് എൻ്റെ വലിയ പേടി. അപ്പോൾ ഞാൻ ഡയറക്ടറുടെ കൂടെ പോയിട്ട് എപ്പോഴും പറയാനുണ്ടാവും, അങ്ങനെ ചെയ്താൽ ഞാൻ ഓടിപ്പോവും, ഞാൻ മംഗളാപുരത്തേക്ക് ഓടിപ്പോകും, വരില്ല തിരിച്ച്. അതാണ്. ബട്ട് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. ഈ ഗരുഡഗമന പോലത്തെ വലിയൊരു പടങ്ങൾ, നല്ല ചർച്ചയായ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇത്രമാത്രം സംസാര വിഷയമായ സിനിമകൾ അഭിനയിച്ചൊരു നടൻ കൂടിയാകുമ്പോൾ മലയാളത്തിൽ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മലയാള ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് എന്താ പറയാം? ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറിൽ ഒരു ഡയറക്ടറാണ് വൈശാഖ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ
സിമ്പിളായിട്ട് ആക്ടർക്ക് എപ്പോഴും സിമ്പിളായിട്ട് he will make it very simple and ആൾക്ക് അറിയും. സോ വാട്ട് ഈസ് ദ ഫിലിം ഈസ് മേക്കിംഗ്, വാട്ട് ആർ ദ ടെക്നിക്കാലിറ്റീസ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ്, പിന്നെ എങ്ങനത്തെ ഷോട്ട് എടുക്കുന്നു, എങ്ങനെ പെർഫോമൻസ്, നമ്മളെങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു എല്ലാം അറിയും. സോ ഐ റിയലി ഫെൽറ്റ് വെരി ഗുഡ് ദാറ്റ് ഐ വാസ് പെർഫോമിങ് വിത്ത് അണ്ടർ ഹിം. അപ്പോൾ എനിക്ക് കുറച്ച് ഏതും ഉത്തരവാദിത്വമല്ല. ഐ ക്യാൻ കം ആസ് എൻ ആക്ടർ, ഹി വിൽ ടേക്ക് കെയർ. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഈ മമ്മൂട്ടി എന്ന വലിയൊരു നടൻ്റെ വില്ലനായി വരുന്നു മലയാള സിനിമയിലേക്കുള്ള ആദ്യത്തെ ചിത്രം, എന്ന് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതെന്താ വെച്ചാൽ എനിക്ക് ഫസ്റ്റ് നരേഷൻ ചെയ്യുമ്പോൾ, നരേഷൻ കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആക്ച്വലി ഇസ് ദിസ് ദ റോൾ ഐ എം പ്ലേയിങ്. എനിക്ക് കുറച്ചും കൂടി പേടിയായി, അത്ര വലിയ റോള് അത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഐ വാസ് ലക്കി ആൻഡ് ദേ അക്സെപ്റ്റഡ് മീ ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ കുഡ് ഡു വാട്ട് ഡയറക്ടർ ആസ്ക്ഡ് മീ ടു ഡു. സോ ഐ കൺസിഡർ മൈസെൽഫ് ലക്കി, ദാറ്റ്സ് ഓൾ. ഇത്തരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മലയാള ഇൻഡസ്ട്രിയിലെ സിനിമകൾ മൊത്തത്തിൽ തന്നെ ഇപ്പോൾ നല്ല ചർച്ചാ വിഷയമായി മഞ്ഞുമൽ ബോയ്സ്, ആവേശം, എല്ലാം തന്നെ. ഇതൊക്കെ മലയാള ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു ഇൻസ്പിറേഷണൽ ഇൻഡസ്ട്രിയാണ്, ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇങ്ങനെ ചെയ്താൽ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഓഡിയൻസും അതുണ്ട്. അങ്ങനത്തെ എല്ലാ വെറൈറ്റി പടം ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പടത്തിലും ആ ക്വാളിറ്റി കയറിയിട്ട് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ വെരി ഇൻസ്പയറിംഗ് തിങ് ഫോർ ദ ഹോൾ ഓഫ് ഇന്ത്യ. So hopefully every industry will adapt it and make good cinemas. ഇപ്പോഴത്തെ ടർബോയുടെ പ്രേക്ഷക പ്രതികരണം എന്തൊക്കെയാണ്? അയ്യോ, like all the tags are like, the film is very good, the film is very entertaining. പിന്നെ എൻ്റെ പെർഫോമൻസ്, മമ്മൂട്ടി സാറുടെ പെർഫോമൻസ്, ഇതെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് ഓക്കെ താങ്ക് യു എന്ന് പ്രസ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബോളിവുഡിലെ രണ്ട് സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ ഒരാളൊപ്പം ഇപ്പോൾ അഭിനയിച്ചു മമ്മൂട്ടിയുടെ. പിന്നെ എന്നാണ് മോഹൻലാലിനൊപ്പം അടുത്തന്നെ ഒരു പടം പ്രതീക്ഷിക്കാമോ? അറിയില്ല, എനിക്ക് ഒരു പടം ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. അത് ചെറിയ റോൾ കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.